ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വ്യവസായ കേരളത്തിന്റെ പുതിയ പ്രതീക്ഷയുമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള ഉച്ചകോടിക്ക് കൊച്ചി വേദിയാകുന്നത്. സംരംഭകരൊന്നും വാളയാർ കടന്നു വരുന്നില്ല എന്നും വ്യവസായങ്ങൾ ഫയലിൽ കുടുങ്ങിത്തീരുകയാണെന്നുമുള്ള പൊതുബോധത്തെ മറികടക്കുകയാണോ കേരളം? നിക്ഷേപകർക്ക് ചുവപ്പുനാട കുരുക്കിന്റെ ആശങ്ക വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി പ്രതിപക്ഷത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. വ്യവസായ വികസനത്തിന് കേന്ദ്രവും പ്രഖ്യാപിക്കുന്നു കോടികളുടെ പിന്തുണ. എന്നാൽ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിംഗ് നിലവിൽ ഇല്ല എന്ന് പറഞ്ഞ മന്ത്രി പി രാജീവിനെ തള്ളുന്നുമുണ്ട് കേന്ദ്ര വ്യവസായ മന്ത്രി. ചോദ്യം ഇതാണ്: ചുവപ്പുനാട ചരിത്രമായോ? ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ സരൺകുമാർ CPM പ്രതിനിധി, ഷാഫി ചാലിയ മുസ്ലിം ലീഗിൽ നിന്നും, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJPയിൽ നിന്നും, ഡോക്ടർ മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധയും ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം CPM പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇന്നിപ്പോൾ കോടികളുടെ സഹായമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത്. 3 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചുവപ്പുനാടയുടെ തടസ്സങ്ങളില്ലാതെ വളരെ വേഗത്തിൽ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു എന്നാണോ? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. ഒന്ന്, കാലഹരണപ്പെട്ട അല്ലെങ്കിൽ 60കളിലും 70കളിലും എല്ലാം ഉണ്ടാക്കിയ നിരവധി നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ട് വ്യവസായ സൗഹൃദത്തിന് അന്തരീക്ഷം ഒരുക്കുന്ന തരത്തിലുള്ള പുതിയ ഒരു നിയമനിർമ്മാണം നടത്തി. അതുപോലെ MSMEയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പരമാവധി റിലാക്സേഷൻ കൊടുക്കുന്ന തരത്തിൽ റൂൾസ് എല്ലാം അമെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ കേരളത്തിൽ MSME തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം, അത് രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, അതുപോലെ തന്നെ സാമൂഹ്യ സാഹചര്യം ഇവ ഒരുക്കി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ ഏറ്റവും നിക്ഷേപത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കേരളം എന്ന് തിരുത്തി പറയാൻ പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി. അതുപോലെ ഇവിടെ ശ്രീ ശശി തരൂർ അടക്കം അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും 2 മിനിറ്റ് മതി ഇവിടെ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കാൻ എന്ന രൂപത്തിലേക്ക് നിയമവും അതുപോലെ സാമൂഹ്യ സാഹചര്യങ്ങളും മാറിയത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അത് മൈക്രോ ആയാലും മിനി ആയാലും മീഡിയം ആയാലും അതുപോലെ സ്മോൾ ആയാലും എന്റർപ്രൈസസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഉള്ള നിയമമാണ് റിലാക്സേഷൻ വരുത്തിയത്. അതുപോലെ അടുത്ത കാലത്ത് കോവിഡിന് ശേഷം എല്ലാം വന്ന കണക്കുകൾ പ്രകാരം എടുത്തു പരിശോധിച്ചാൽ ലോകത്താകമാനം ബിസിനസിന്റെ വളർച്ച 46% ആയിരിക്കുമ്പോൾ ഇവിടെ 256% സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലുമുള്ള വളർച്ച ഇത്തരത്തിലുള്ള നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നല്ല പ്രചരണത്തോടെ എല്ലാ മുന്നൊരുക്കങ്ങളും വച്ചുകൊണ്ട് കേരളത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ പാകത്തിന് സംഘടിപ്പിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് പ്രധാനമായും ചർച്ച ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം ശശി തരൂരിന്റെ ലേഖനവും അതിനുശേഷം ആ ലേഖനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വസ്തുതയുമാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല താൻ ഈ ലേഖനം എഴുതിയത്, മറിച്ച് ലോക സാഹചര്യങ്ങളും ഏകദേശം 45 ലക്ഷത്തോളം കമ്പനികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് അതിനെ സാധൂകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു. ഏതായാലും പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ പങ്കെടുത്തു. അദ്ദേഹം അതിൽ സംസാരിച്ചു. കേരളത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് പ്രതിപക്ഷത്തിന്റേതടക്കം പിന്തുണ ഉണ്ടാകുമെന്ന് അവിടെ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇതേ നിലപാട് വേണം എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് ഞങ്ങളിപ്പോൾ അടുത്തെങ്ങാനും പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്നില്ലല്ലോ. ഞങ്ങൾ ഭരണപക്ഷത്ത് തന്നെയാണ് 9 കൊല്ലമായിട്ട് ഇരിക്കുന്നത്. വരുന്ന കുറെ വർഷത്തേക്ക് ഞങ്ങൾ ഭരണപക്ഷത്ത് തന്നെയായിരിക്കും. ഇത്തരത്തിൽ ലോക പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന 10,3500 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിന്റെ ഒരു സാധ്യത നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ അത്തരത്തിലൊരു വാചകം അദ്ദേഹം പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് തന്നെ സംസാരിച്ചത്. ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായി കാണുന്ന ശശി തരൂരിന്റെ ലേഖനത്തിലും അതുണ്ടല്ലോ. അതെ, അതിൽ ആ ലേഖനം അവസാനിക്കുന്നത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക മാറ്റത്തെ അംഗീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാമ്പത്തിക മാറ്റത്തെ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാലും, അത് കണ്ടില്ലെന്ന് നടിച്ചാലും അത് അത്തരത്തിൽ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ സാഹചര്യങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യം പുറത്തു വന്ന ചർച്ചയാകുമ്പോഴും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഈ 3,46,000 സംരംഭങ്ങൾ ഈ കേരളത്തിൽ വന്നു എന്നതിന് ഒരു തെളിവുമില്ല എന്നതാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് വ്യവസായ മന്ത്രി വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആക്കി ഒരു പ്രൊജക്ടറൊക്കെ വെച്ച് കാണിച്ചല്ലോ. ഏത് മണ്ഡലത്തിൽ ഏത് പഞ്ചായത്തിൽ ആരാണ് നിക്ഷേപിച്ചത്, എത്ര രൂപയുടേതാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കാനുള്ള
ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പല UDF നേതാക്കന്മാരും ഇന്നലെ വരെ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വ്യവസായ അനുകൂല സാഹചര്യമല്ല കേരളത്തിൽ എന്നതാണ്. ഇപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഫ്രാൻസും ഇത്തരം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് വ്യവസായ സൗഹൃദമല്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞത്. പക്ഷെ ഇന്നത് മാറ്റി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മത നിറവ്യത്യാസമില്ലാതെ വികസനത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന കാഴ്ചപ്പാട് തന്നെയാണ് കഴിഞ്ഞ 9 കൊല്ലമായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അതിനെ പിന്തുണയുമായി എല്ലാവരും വന്നതിൽ വളരെയധികം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴുള്ള ഈ വികസന കുതിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് വിഴുങ്ങേണ്ടി വന്നോ ഇന്നത്തെ ഈ സമ്മിറ്റോടുകൂടി? അല്ല, ഞങ്ങൾക്ക് വിഴുകേണ്ടി വന്നിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. ഇടതുപക്ഷം മുൻകാലങ്ങളിൽ സ്വീകരിച്ച സമീപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ നിക്ഷേപ സൗഹൃദ സംവിധാനങ്ങളുമായി സർക്കാർ വന്നാൽ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ ആരോഗ്യകരമായി അതിനോട് സഹകരിക്കുക എന്നതാണ് UDFിൻ്റെ നയം. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനോടൊക്കെ സഹകരിക്കുന്നത്. പിന്നെ ഈ കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ച് നക്കി നോക്കിയാൽ മധുരമുണ്ടാവില്ല. കുറേ അധര വ്യായാമങ്ങളായി ഓരോന്ന് പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. മുൻകാലത്ത് ഇവർ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഫലപ്രദമായി, എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു എന്നത് ആത്മപരിശോധന നടത്താൻ തയ്യാറാകണം. ശ്രീ ഷാഫി ചാലിം, അതാണല്ലോ എന്താണ് ഈ 3 ലക്ഷം തൊഴിലവസരങ്ങൾ, 3 ലക്ഷം സംരംഭങ്ങൾ എന്ന കൃത്യമായി കണക്കുകൾ അത് കൃത്യമായി കാണിച്ചു വ്യവസായ മന്ത്രി എന്നിപ്പോൾ അരുൺ പറഞ്ഞത്. വ്യവസായ മന്ത്രി അവലംബമാക്കിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്. ആ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജീവ് ഇതൊക്കെ ന്യായീകരിച്ചത്. പക്ഷേ നമ്മുടെ പീയൂഷ് ഗോയൽ എന്ന കേന്ദ്രമന്ത്രി ഇന്നിപ്പോൾ മാതൃഭൂമിയോട് പറയുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് എന്ന സാധനം 5 വർഷമായി നിലവിലില്ല എന്നാണ്. അപ്പം നിലവിലില്ലാത്ത ഒരു റാങ്കിങ് സിസ്റ്റത്തിനെ അവലംബമാക്കിക്കൊണ്ട് ഇവിടെ എന്തോ കുന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യവസായ മന്ത്രി ആവശ്യപ്പെട്ട കാര്യമില്ലല്ലോ. ഈ വ്യവസായ മന്ത്രിയുടെ ട്രാക്ക് എന്താ? അത് മാത്രം നമുക്കൊന്ന് പരിശോധിക്കല്ലോ. നമ്മുടെ ലുലു മാള് അത് കൊച്ചിയിൽ വന്നു. അതിൻ്റെ തുടക്ക സമയത്ത് അതിനെതിരെ മുഴുവൻ സമരം നടത്തിയത് അന്ന് രാജ്യസഭ MP ആയ രാജീവും എറണാകുളത്തെ CPMന്റെ സെക്രട്ടറിയുമായ ദിനേശ് മണി ചേർന്നായിരുന്നു. അവിടെ തോർത്തു, ഇവിടെ അങ്ങോട്ടാക്കി, അവിടെ ഇങ്ങോട്ട് കൈയാറ്റം ചെയ്ത് എത്രമാത്രം ഈ ലുലു മാനേജ്മെൻറ്റിനെതിരെ എന്തെല്ലാം വിഷയങ്ങൾ അവരുണ്ടാക്കി. അവസാനം അതൊക്കെ സെറ്റിൽ ചെയ്തത് എത്ര കോടികൾ കൊടുത്താണെന്നുള്ളത് പിന്നാമ്പാക്ക കഥയുണ്ട്. ഇപ്പം അതിൻ്റെയൊക്കെ ചാമ്പ്യന്മാരായി ഇവർ മാറി. ഇത് മാത്രമാണോ? അതുപോലെ തന്നെ ഈ കോതമംഗലത്തെ നമ്മുടെ എന്തായിരുന്നു സിന്തൈറ്റ് സ്ഥാപനം, 2000-ലധികം മനുഷ്യന്മാർ ജോലി കിട്ടുന്ന ആ സ്ഥാപനത്തെ പൂട്ടിക്കാൻ എത്ര ശ്രമം നടത്തിയ ആളുകൾ അവരൊക്കെ. എത്ര ട്രാക്ക് നമുക്ക് ഇതിൽ പറഞ്ഞു തരാൻ പറ്റും? നമുക്കറിയാലോ, 2003 കൊച്ചിയിൽ ലേമറൈൻ ഹോട്ടലിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എന്തുണ്ടായിരുന്നത്, നമ്മുടെ ഈ ജിമ്മ് നടന്നത്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ്. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയും AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റവും വലിയ വിപ്ലവാത്മകരമായ ഒരു നീക്കമായിരുന്നു കേരളത്തിൻ്റെത്. ആ 2003 ജിം പദ്ധതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ട പ്രോജക്റ്റാണ് ഇന്ന് യാഥാർത്ഥ്യമായ വിഴിഞ്ഞം, അതേപോലെ കൊച്ചിൻ മെട്രോ തുടങ്ങിയവയൊക്കെ. അത് മാത്രമല്ല, അത് കൊച്ചിയിലെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് 11,000 കോടിയുടെ നിക്ഷേപം, ഇതിൻ്റെയൊക്കെ തുടക്കം അതാണ്. പിന്നീട് 2012 എമർജിംഗ് കേരള, അതിനോടൊന്നും ഇവന്മാർ സഹകരിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. എമർജിംഗ് കേരളയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മെട്രോയുടെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിച്ചത്. അതേപോലെ തന്നെ ഈ 11,000 കോടി രൂപയുടെ പെട്രോ കെമിക്കൽ എല്ലും വന്നത് 2006 ഗവൺമെൻറ് വീണ്ടും ചേഞ്ചായി. 2003 ജിമ്മ് നടത്തി. എന്നാൽ 2006 അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ ഇവർ തയ്യാറായില്ല. 5 കൊല്ലം നിഷ്ഫലമായി. പിന്നെ 2011 വീണ്ടും UDF വന്നതിന് ശേഷമാണ് വീണ്ടും എന്ത് നടത്തുന്നത്, എമർജിംഗ് കേരള നടത്തുന്നത്. 2003 പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്. 2012 മൻമോഹൻ സിംഗ് ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഇവരുടെ ഈ നിക്ഷേപ സംഗമത്തിന് ആരാ വന്നത്? ഒരു കേന്ദ്രമന്ത്രിയെ മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല, 2016 സ്മാർട്ട് സിറ്റി 2016 ഫെബ്രുവരി മാസത്തിലാണ് നമ്മളുടെ യാഥാർത്ഥ്യമാക്കുന്നത്. അന്ന് 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉണ്ടാക്കി തുടക്കത്തിൽ 6000 പേരുടെ ജോലിയുമായി സ്റ്റാർട്ട് ചെയ്ത ആ സംരംഭം 2016 തുടങ്ങിക്കൊടുത്തു. ഞങ്ങളിവിടെ ഇറങ്ങിപ്പോന്നാ
ഇപ്പോൾ എവിടെ എത്തി? 90,000 പേർക്ക് ജോലി നൽകും എന്ന് കമ്മിറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു അത്. ഇപ്പോൾ എന്താ ചെയ്ത്? ആർക്കും തൊഴിൽ കിട്ടിയോ? കിട്ടിയില്ല. അത് മാത്രമല്ല, സ്മാർട്ട് സിറ്റിക്ക് അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്? 10-ൽ താഴെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് എന്തുള്ളൂ, നഷ്ടത്തിലാകാതെ പോകുന്നുള്ളൂ. അത് തന്നെ വിത്തൗട്ട് ടാക്സ് ലാഭവിഹിത കണക്കാണ്. ടാക്സും കൂടി വന്ന് ചേരുമ്പോൾ അതിന്റെ സ്ഥിതി വളരെ മോശമാണ്. 500 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ സർക്കാരിന്റെ അതായത് നമ്മളിതിനെ കാണേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഈ കേരളത്തിനെ കുറിച്ച് വളരെ കൃത്യമായി നേരത്തെയുള്ള ഒരു അപസർപ്പക കഥ ഈ കേരളത്തിൽ നിഴലിച്ച് നിൽക്കുന്നു. എന്തൊരു സംരംഭം വന്നാലും ഒരു ചുവപ്പ് കൊടി വന്ന് അതിനെ തടസ്സപ്പെടുത്തുന്ന രീതി, ഇത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഈ ലവ് ജിഹാദ് പോലെയാണത്. ഇത് ഇല്ല എന്ന് കേന്ദ്രം പറയുന്നു, സുപ്രീം കോടതി പറയുന്നു, ആഭ്യന്തരമന്ത്രി പറയുന്നു, ഹൈക്കോടതി പറയുന്നു. പക്ഷേ എന്നാലും അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിച്ചതുപോലെ ഇപ്പോഴും നിക്ഷേപവുമായി ഇറങ്ങിത്തിരിക്കുന്നവരെ മുന്നിൽ ഈ ചുവപ്പ് കൊടി എന്നത് ഒരു ഭയാനകരമായ സംഭവമായി നിൽക്കുന്നുണ്ട്. ഇനി ശശി തരൂരൊക്കെ അത് എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ആദ്യം അതിന് CPM ചെയ്യേണ്ടത്, ഞങ്ങൾ മുൻകാലത്ത് ഇത്തരം സംരംഭങ്ങൾക്കെതിരെ വടിയും കൊടിയും എടുത്ത് ഇറങ്ങിയത് തെറ്റായിപ്പോയി എന്ന് തുറന്ന് സമ്മതിച്ചിട്ട് വേണം പുതിയ മേഖലയിലേക്ക് കടന്നു വരാൻ. അപ്പോഴേ ജനങ്ങൾ അത് വിശ്വസിക്കുള്ളൂ. അന്ന് ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ ആ ശരി എന്തുകൊണ്ട് വീണ്ടും ഇവർ ചെയ്തുകൂടാ എന്ന ആശങ്കയുണ്ട്. ശരി, ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ 3000-ഓളം സംരംഭകരൊക്കെ പങ്കെടുത്ത ഒരു വലിയ സമ്മിറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം വികസന പാതയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഇവിടെ സർക്കാർ നൽകുന്നു. വളരെ വേഗമുണ്ട് കാര്യങ്ങൾക്ക്, പഴയതുപോലെയല്ല അവസ്ഥ എന്ന് പറയുന്നു. അത് കേവലം 3 വർഷം കൊണ്ടുണ്ടായതാണ് എന്ന് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നു. ഡോക്ടർ മേരി ജോർജിൻ്റെ ഒരു അഭിപ്രായത്തിൽ വികസനം ഏതെങ്കിലും ഒരു സർക്കാർ പെട്ടെന്ന് വേഗത്തിൽ നടപ്പാക്കുന്ന ഒന്നാണോ, അതോ ഒരു വികസനം എന്നുള്ളതൊരു തുടർച്ചയാണോ? സ്മൃതി, ഇത് മലയാളികളെ ഒന്നടങ്ക ഒരു മൂഢസ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് ശ്രീ രാജീവ് സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് കേരളം വ്യവസായ സൗഹൃദമാകുന്നതും ഇവിടെ വ്യവസായം വളരുന്നതും ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾ കേരളത്തിൽ തന്നെ തൊഴിൽ ചെയ്ത് കേരളത്തെ വളർത്തുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറുന്നു എന്ന് പറയുന്നത് അഭിമാനകരമാണ്. പക്ഷേ സ്ഥിതി അതാണോ? ഇപ്പം മന്ത്രി രാജീവ് എല്ലാ വ്യവസായ വികസനവും ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ടുണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 2016-17 മന്ത്രി തോമസ് ഐസക്ക് ഒരു വ്യവസായ പാർക്ക്, വ്യവസായ ഇടനാഴി, പാർക്കല്ല ഇടനാഴി, കൊച്ചി മുതൽ കോയമ്പത്തൂർ വഴി ബാംഗ്ലൂരിലേക്ക് നീളുന്ന ഒരു വ്യവസായ ഇടനാഴി 2016-17 ബജറ്റ് മുതൽ ഒട്ടുമിക്ക ബജറ്റുകളിലും ഇതിനെപ്പറ്റി ആവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ബജറ്റിൽ അത് ആവർത്തിച്ചതായിട്ട് ഞാൻ തോന്നുന്നില്ല. അപ്പോൾ വ്യാവസായികമായിട്ട് അതൊരു വ്യവസായ ഇടനാഴി വരിക എന്ന് പറഞ്ഞാൽ വ്യവസായത്തിൻ്റെ, അതായത് നമ്മുടെ ആകെ വ്യാപാര വ്യവസായത്തിൻ്റെ ലോജിസ്റ്റിക് കോസ്റ്റുകളെല്ലാം കുറഞ്ഞ് എൻവയോൺമെൻറ്റ് മെച്ചപ്പെടും, വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. ആ വ്യവസായ ഇടനാഴി ഇതുവരെ പൂർത്തിയായിട്ടില്ല. അത് മിസ്റ്റർ രാജീവ് കണ്ടിട്ടുണ്ടാവില്ലേ എന്തോ, എനിക്ക് അറിഞ്ഞുകൂടാ. ആ വ്യവസായ ഇടനാഴി പൂർത്തിയാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എങ്കിൽ അതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ പറയും. കാരണം കേരളത്തിൻ്റെ ഈ നമ്മുടെ ക്രോപ്പിംഗ് പാറ്റേൺ എടുത്താൽ മതി, വളരെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ ഏത് ക്രോപ്പ് എടുത്താലും അതിൽ നിന്ന് തന്നെ വിവിധ തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പിംഗ് പാറ്റേൺ. അത് ചക്കയാകട്ടെ തേങ്ങയാകട്ടെ അങ്ങനെ ഏത് ഉൽപ്പന്നം എടുത്താലും അങ്ങനെയുള്ള കേരളത്തിൽ ആ വ്യവസായ ഇടനാഴി ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുകയാണ്. ഇനി മിസ്റ്റർ രാജീവ് പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച ഒരു ഈസ് ആയിരിക്കാം. എനിവേ അതിനൊരു ബേസ് ഉണ്ട്, അത് ബേസ്ലെസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് 2022-23 കേരള ഇയർ ഓഫ് എൻ്റർപ്രൈസ് എന്ന് പ്രഖ്യാപിച്ച് ശ്രീ രാജീവ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഓണത്തിന് മുൻപ് ഇവിടെ ബയോ പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കും. ആ ബയോ പാർക്കുകളും 2016-17 ബജറ്റ് മുതൽ ഡോക്ടർ ഐസക്ക് ഡിക്ലെയർ ചെയ്തതാണ്. അപ്പോൾ ഈ ബയോ പാർക്കുകൾ തുടങ്ങും ഓണത്തിനും 2022 ഓണത്തിന് മുൻപ് ബയോ പാർക്കുകൾ തുടങ്ങും. റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്,
തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഓഫ് കേരള, അതുവഴിയായിട്ട് ഇഷ്ടം പോലെ പുറത്തു കൊണ്ടുവരും, അങ്ങനെ ഒരു വ്യവസായ മുഖമുണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു കുതിച്ചുചാട്ടം. അത് പക്ഷേ ഇതുവരെ പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഒട്ടുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് അദ്ദേഹം ആധാരമാക്കുന്ന ഒരു പഠനം നടന്നിട്ടുണ്ട്. IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ 2022-23 കാലഘട്ടത്തിൽ കേരളത്തിലെ 2007 എൻ്റർപ്രൈസസിനെ ബേസ് ചെയ്ത് ഒരു പഠനം നടത്തി. ആ 2007 എൻ്റർപ്രൈസസ് അവയിൽ നടത്തിയ പഠനത്തിൽ അവയിൽ 93% ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തൃപ്തികരമെന്ന് രേഖപ്പെടുത്തി. പ്രിയപ്പെട്ട സുഹൃത്തെ, അത് മിക്കവാറും കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ വച്ചായിരിക്കും ആ പഠനം നടത്തിയത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നത്? ഏത് തരം എൻ്റർപ്രൈസസ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അതിനകത്ത് മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതലും മൈക്രോ എൻ്റർപ്രൈസസ് അഥവാ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ആകാനാണ് സാധ്യത. കാരണം കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ അടുത്തേക്ക് നോക്കുകൂലി ചോദിച്ച് ഒരുത്തനും ചെല്ലില്ല ചങ്കൂറ്റത്തോടെ. കാരണം അതിനകത്ത് 10 കുടുംബശ്രീകൾ ചേർന്നാണ് ഒരു മൈക്രോ എൻ്റർപ്രൈസസ് നടത്തുന്നത്. അതിനകത്ത് ജോലിക്കാരെല്ലാം അവർ സ്ത്രീകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് നോക്കുകൂലി ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. അതേ സമയത്ത് നോക്കുകൂലി ചോദിക്കാനുള്ള അവസരം, അപ്പോൾ അങ്ങനെ ആ ഇൻഡോറിൻ്റെ പഠനം കേരളത്തിൻ്റെ വ്യാവസായിക എക്കോസിസ്റ്റം വളരെ സൗഹാർദ്ദപരമാണ് എന്ന നിഗമനത്തിലാണ് അവരുടെ പഠനം എത്തിച്ചേർന്നത്. അത് നമ്മുടെ മന്ത്രി രാജീവ് എടുക്കുകയും അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് പകരമുള്ള ഒരു ഇൻഡെക്സ് പോലെ അദ്ദേഹം കണക്കാക്കി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചതും ആകാം. എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ 2022-23 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ഇന്ത്യ ഗവൺമെന്റ് അതുപോലെ എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതെ, നിർത്തലാക്കി എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 22-23 അത് വരില്ലല്ലോ. അപ്പോൾ ഇതാകാനാണ് സാധ്യത. പിന്നെ അത് മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന ഈ 3,44,848 എൻ്റർപ്രൈസസ്, 20,000 കോടിയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്, അതായത് അതിനെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്ന വേറൊരു ലിങ്കും കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാം. അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഉദ്യം രജിസ്ട്രേഷൻ. ആ ഉദ്യം രജിസ്ട്രേഷൻ അവിടെ നിന്ന് തന്നെ കൊടുക്കുന്ന, അതായത് ഈട് വേണ്ടാത്ത തരത്തിലുള്ള വായ്പകൾ PM ത്തിൻ്റെ പേരിൽ ചേർത്ത് PM എന്ന് ചേർത്തുകൊണ്ട് ഒരുപാട് തരം വായ്പകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വായ്പാ പദ്ധതികളിലൊക്കെ പങ്കാളികളായി വായ്പ വാങ്ങിക്കാൻ കഴിയണമെങ്കിൽ ഉദ്യം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്യണം. അതും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? 1947 ശേഷം എപ്പോഴെങ്കിലും തുടങ്ങിയതും മുടങ്ങിപ്പോയതുമായ, അതായത് നമുക്കറിയാം ഈ നമ്മുടെ ഡീമോണിറ്റൈസേഷൻ 2016 ഡീമോണിറ്റൈസേഷന് ശേഷം ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ മാത്രമല്ല ഒട്ടുമിക്ക MSME അതായത് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളും നിന്നുപോയിരുന്നു. ആ നിന്നുപോയിരുന്ന അവയൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു. അപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ പുതിയ രജിസ്ട്രേഷനാണ്. മന്ത്രി രാജീവ് ഈ ഉദ്യം രജിസ്ട്രേഷനെ കണക്കിലെടുത്തു മാത്രമായിരിക്കും 3,44,848 പുതിയ സംരംഭങ്ങൾ. അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ എൻ്റെ സ്മൃതി KJ സ്കറിയ, അതായത് MSME സെക്ടറിൻ്റെ ഒരു അധികായനാണ്, ആ രംഗത്ത് പ്രവർത്തിക്കുന്നവനാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് MSME സെക്ടറിനെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. സ്മൃതി ആ ബുക്ക് എടുത്ത് വായിച്ചാൽ മതി ഇവിടുത്തെ വ്യാവസായിക രംഗം എത്ര പരിതാപകരമായിട്ട് ഇപ്പോഴും തുടങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ പരിതാപകരമാണ് എന്നുള്ളതിന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട് സ്മൃതി. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, തിരുവാർപ്പിൽ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യൻ 2-3 ബസ് വാങ്ങിച്ച് ഓടിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? അയാളെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കോടതി പറഞ്ഞു. പക്ഷേ അയാളുടെ കർണത്തടിച്ചു ഈ പറയപ്പെട്ട യൂണിയനുകൾ. അങ്ങനെ കോടതിയുടെ ചെകിട്ടത്തേറ്റ അടിയാണെന്ന് കോടതിയെ കൊണ്ട് പറയിച്ചു. ഇനി ഒന്ന് നോക്ക്, പുഴയ്ക്കൽ പഞ്ചായത്ത് തൃശ്ശൂരുള്ളതാണ്. അവിടെ നമ്മുടെ ഇവിടുത്തെ കിൻഫോ പാർക്ക് പോലെ ഒരു വ്യവസായ പാർക്ക്, ഗവൺമെൻറ്റിൻ്റെ ഒരു പാർക്ക് തുടങ്ങി. ഒരുപാട് പേർക്ക് വ്യവസായ സാഹചര്യം ഒരുക്കും, അതുപോലെ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന LDF ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന ആ പുഴയ്ക്കൽ പാർക്കിന് എന്ത് സംഭവിച്ചു? പ്രവാസികൾ തന്നെ
അവിടെ വന്ന് ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്തു. കോടികൾ മുടക്കിയ പാർക്കാണെന്ന് ഓർക്കണം. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു തരത്തിലും അവിടെ നിലയുറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് വന്ന് തുടങ്ങിയവരെല്ലാം തന്നെ ഒന്നുകിൽ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ കർണാടകത്തിലേക്ക് പോയി. അതിലെ ചില ഇൻവെസ്റ്റേഴ്സ് ഞാൻ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ കൈക്കൂലി കൊടുത്താലും രക്ഷയില്ല, കൈക്കൂലി കൊടുക്കണം. പക്ഷേ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആണെങ്കിൽ കൈക്കൂലി കൊടുക്കണം. പക്ഷേ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യം നടന്നിരിക്കും, ഒരു താമസവുമില്ലാതെ എന്ന്. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെ നിൽക്കുന്നു? ഈ അടുത്ത കാലത്താണ് അതായത് 2 വർഷം മുൻപാണ് ഈ പുഴയ്ക്കൽ വ്യവസായം തുടങ്ങി തോറ്റ് തുന്നം പാടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വന്ന ഒരു വ്യവസായിയുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് റെസ്പോൺസ് കിട്ടി. പോകട്ടെ സ്മൃതി, ഇവർ ഈ പറയുന്ന കാലഘട്ടത്തിലല്ലേ കിറ്റെക്സ് അതിൻ്റെ വികസനം ആന്ധ്രയിലേക്ക് മാറ്റി, എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ആന്ധ്രയിലേക്ക് പോയി? അങ്ങനെ നമ്മൾ ആലോചിക്കണം. അത് വികസനത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ കിറ്റെക്സ് നല്ല ടേംസിലല്ല കേരളത്തിൽ നിന്ന് ആന്ധ്രയിലേക്ക് പറിച്ച് നടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് ഇപ്പോഴും കേരളത്തിലുണ്ട്. പക്ഷേ അതായത് ആഗോള വിപണി പിടിച്ചടക്കിയ വ്യവസായികൾ, അത്തരം വ്യവസായികൾ കേരളം വിട്ടു പോകുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ അവസ്ഥയാണ്. എന്നിട്ടാണ് പറയുന്നത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്ന് പറയുന്നത്. ഒക്കെ പോട്ടെ, കോവിഡ് കാലത്ത് നമുക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അരിയുമായിട്ട് വന്ന വാഹനം, വലിയ ട്രക്ക്, നമ്മുടെ വട്ടിയൂർക്കാവിൽ യൂണിയനുകൾ നോക്കുകൂലി ചോദിച്ച് ഒരു പകൽ മുഴുവൻ തടഞ്ഞു നിർത്തിയത് അന്ന് വാർത്തയായിരുന്നു. സ്മൃതി ഓർമ്മിക്കുന്നോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഓർമ്മിച്ച് നോക്കുക, നമ്മുടെ ISROയിലേക്ക് ഉപകരണങ്ങളുമായി വന്ന ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നർ തടഞ്ഞു നിർത്തി നോക്കുകൂലി ചോദിച്ചു. മാർക്സ് വന്നാൽ പോലും ലാത്തി കൊണ്ട് അടിച്ച് ഇവരെ ശരിയാക്കും നോക്കുകൂലി ചോദിച്ചാൽ. കാരണം മാർക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റീസ്കിൽ യുവർസെൽഫ് എന്നാണ്. അതല്ലാതെ അവനവൻ അറിയാൻ വയ്യാത്ത തൊഴിലിന് നോക്കുകൂലി ചോദിച്ച് ജീവിക്കാനല്ല തൊഴിലാളികളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കുകൂലിക്കെതിരെ സർക്കാർ നിലപാടെടുത്തിട്ടും മുഖ്യമന്ത്രി തന്നെ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് തുടരുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും എല്ലായിടത്തും കാണുന്നു എന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കാനും പറ്റില്ല. പലയിടത്തും അത്തരം സംഭവങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അതിന് അഡ്വക്കേറ്റ് അരുൺ മറുപടി നൽകും. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ, കോടികളുടെ പദ്ധതികളെ രാഷ്ട്രീയ വ്യത്യാസം മറന്നുള്ള സഹകരണം എന്നാണ് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി അതിനോട് പ്രതികരിച്ചത്. പീയൂഷ് ഗോയലും വളരെ പ്രോത്സാഹജനകമായ പ്രതികരണങ്ങൾ നടത്തി. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചിരിക്കുന്നത് വേറൊരു രൂപത്തിലാണ്. 4 ലോക കേരള സഭകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2011 മുതൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ നടന്നിരിക്കുന്നു. പക്ഷേ യുവാക്കൾ മുഴുവൻ കേരളത്തിന് പുറത്ത് ജോലി തേടുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന്. അപ്പോൾ ഉദിപ്പെരിപ്പിച്ചൊരു സമ്മിറ്റാണോ ഇത്? കേരളത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷവും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷവും അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷവും അതൊരു സുശക്തമായ രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സർക്കാർ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ 2020 കാലഘട്ടത്തിലാണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഓഡിറ്റോറിയം തുടങ്ങിയൊരു NRI വ്യവസായിക്ക് അത് ആത്മഹത്യയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. സാജൻ കേരളത്തിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യവസായിക്ക് ഈ സംസ്ഥാനത്തെ സർക്കാരിനോട് കലഹിക്കേണ്ട സാഹചര്യമുണ്ടായി. മറ്റൊരു വ്യവസായിക്ക് കേരളം വിട്ട് പോകേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിൽ ആ നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഏകദേശം ഒരു 2 വർഷക്കാലമായി സർക്കാർ നയം മാറ്റിക്കൊണ്ടുവരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ വികസനത്തിന് ഇടതുപക്ഷത്തിൻ്റെ നയം മാറുന്നത് നല്ലതാണ് എന്ന് കാണുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്കൊന്നും ചെയ്യുന്നില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. ഇതാണല്ലോ നിരന്തരമായി ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചത്. കേരളത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് കേന്ദ്രം എന്നുള്ളത് മാത്രമല്ല, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു വ്യത്യാസവുമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. 60,000 കോടിയിലേറെ രൂപയുടെ നാഷണൽ ഹൈവേ വികസനമാണ് കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സൂചിപ്പിച്ചത് 50,000 കോടിയുടെ വീണ്ടും വികസനം വരാൻ വേണ്ടി പോകുന്നു. 31 പദ്ധതികളിലായി 3 ലക്ഷത്തിലേറെ കോടി രൂപയുടെ വികസനം കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എക്കാലത്തും കാണിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ്
എക്കാലത്തും കാണിച്ചിട്ടുള്ളത് അനുഭാവപൂർവമായ നിലപാടാണെന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളവും വ്യാവസായികവുമായും സാമൂഹികപരമായും എല്ലാ തരത്തിലും വികസനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെയുള്ളത്, കേരളം ഒന്നാമതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൂചിപ്പിക്കുന്ന പല സൂചികകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊരു വിമർശനാത്മകമായിട്ടുള്ള നിലപാട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് യാഥാർത്ഥ്യങ്ങളോട് യോജിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു എന്ന് പറയുന്ന വിമർശനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം, വ്യവസായ മന്ത്രി അടക്കം, ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം, മറ്റ് പല മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ പലപ്പോഴായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കേരളത്തിലേക്ക് പല സമ്മിറ്റുകളിലും പങ്കെടുത്തുകൊണ്ട് വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോക കേരള സഭകൾ നടക്കുന്നുണ്ട്. അതൊന്നും പ്രായോഗിക തലത്തിൽ കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിലേക്കോ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യവസായത്തിൻ്റെ രീതിയിലേക്കോ കടന്നു വരുന്നില്ല എന്നുള്ളത് കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി ഒരു സൂചികയായ ഏകദേശം 3.5 ലക്ഷത്തോളം വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നേട്ടമായി അദ്ദേഹം സൂചിപ്പിച്ചത്. അതിനേക്കാൾ ഇരട്ടിയാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. അതിൻ്റെയും ഇരട്ടിയാകണം. കാരണം കേരളം ഇനിയും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ഒട്ടേറെ വളരേണ്ട മേഖലകളുണ്ട്, വളരാനുള്ള സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ ഇപ്പോൾ നേരത്തെ ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. മുദ്രാ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടുള്ളത് 13 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ശിശു വിഭാഗത്തിലുള്ള ലോണുകൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കിഷോർ വിഭാഗം, അതായത് 2ാം ഘട്ടത്തിലുള്ള ലോൺ എന്നുള്ള നിലക്ക് അടുത്ത സ്റ്റേജിൽ കിട്ടിയിട്ടുള്ളത് ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾക്കാണ്. 75,000 പേർക്കാണ് കിഷോർ എന്ന് പറയുന്ന വിഭാഗത്തിൽ കൂടുതൽ തുക ലഭിക്കുന്ന സംവിധാനത്തിലേക്ക് ലോൺ കിട്ടിയിട്ടുള്ളത്. ആകെ ഏകദേശം 16-17 ലക്ഷത്തോളം വരുന്ന മുദ്രാ ലോണുകളാണ് കേരളത്തിൽ ഇതുവരെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ വിതരണം ചെയ്യുന്ന ലോണുകളിൽ ലോൺ എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഉദ്യം പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തുകൊണ്ട് സംരംഭങ്ങൾ അവരുടെ തുടക്കം കുറിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ അവരുടെ ലോൺ നടപടികളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. 2ാം ഘട്ടവും 3ാം ഘട്ടവും കിട്ടാനുള്ള സാഹചര്യമില്ലാതെ വരും. അങ്ങനെയുള്ള ആളുകൾ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ്റെ കണക്കുകളായിരിക്കാം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി സൂചിപ്പിക്കുന്നതും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അത് യാഥാർത്ഥ്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിലേക്ക് അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോരുന്ന തരത്തിലാണ് അതിൻ്റെ സാഹചര്യമുള്ളത്. പക്ഷേ അതിനുള്ളൊരു അന്തരീക്ഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ്, ഇപ്പോൾ 2019 ആന്തൂർ സാജന്റെ സംഭവം താങ്കൾ പറഞ്ഞു, അതിനുശേഷം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന വ്യവസായിയുടെ അനുഭവം പറയുന്നു. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ 2025 എത്തുമ്പോൾ 2024-23 തൊട്ട് അതല്ല സാഹചര്യം എന്ന് മന്ത്രി പി. രാജീവ് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള പുതിയ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, അതിനെ ഉദാഹരണം കൊണ്ട് ഖണ്ഡിക്കല്ല സ്മൃതി ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. LDF കാലാകാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരുന്ന, പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അവർ സ്വീകരിച്ചുകൊണ്ടിരുന്ന നയത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമായി കാണേണ്ടതാണ്. അവർ ഇനി ഒരു കാര്യം കൂടി മാറ്റാനുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആരുമാകട്ടെ, അത് BJP ആകട്ടെ, നാളെ കോൺഗ്രസ് ആകട്ടെ, നാളെ മറ്റേതെങ്കിലും കക്ഷികൾ ഭരിക്കട്ടെ, ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ, കാരണം നമ്മുടേതൊരു സ്വതന്ത്ര രാജ്യമല്ലല്ലോ, കേരളം എന്നുള്ളത് സ്വതന്ത്ര രാജ്യമല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹകരണത്തോടു കൂടി കേരളത്തിൻ്റെ വികസനത്തിന് കൊണ്ടുവരേണ്ട പദ്ധതികളോട് പുറംതിരിഞ്ഞു നിൽക്കാതെ ഞാൻ 2 ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും കേരളത്തിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പദ്ധതികൾ കേരളം നടപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. NEP പദ്ധതി, NEP കേരളം നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ചൊരു സർക്കാരാണ് കേരളത്തിൻ്റെ സർക്കാർ. ആയുഷ്മാൻ പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകൾ അത് കിട്ടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി മറ്റൊരു ഉദാഹരണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജൻധൻ അക്കൗണ്ടുകൾ സർക്കാർ കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്. ആ ജൻധൻ അക്കൗണ്ടുകൾ ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവരെല്ലാം ചേർന്നുകൊണ്ട് ബാങ്കുകൾ വഴി അത് നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ച പാർട്ടിയുടെ ആളുകളാണിവർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികളോട് രാഷ്ട്രീയം കാണുക എന്നുള്ളതല്ല, കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികളോട് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് അത് എങ്ങനെ കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്രം തരുന്നില്ല എന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ കേന്ദ്ര സഹമന്ത്രിമാർ ഇവിടെ പറഞ്ഞത് ബജറ്റിന് ശേഷം വലിയ ചർച്ചയാവുകയും പിന്നീട് മന്ത്രിമാർ അതിൽ നിന്ന് പിന്നാക്കം പോവുകയൊക്കെ ചെയ്ത സാഹചര്യം നമ്മൾ മുന്നിലുണ്ടല്ലോ. ഇന്നത്തെ സംഭവം നോക്കൂ. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സ്വമേധയാ എടുത്തിരിക്കുന്ന വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ ഒരു തീയതി വെച്ച് ഇന്ന തീയതിക്കകം കാര്യങ്ങൾ തീർക്കണം എന്ന് പറയുമ്പോൾ
അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുകയാണ്. 45 ദിവസത്തിനുള്ളിൽ തന്ന പണം മുഴുവൻ ചെലവഴിച്ച് കാണിക്കണമെന്ന് പറയുമ്പോൾ അത് സാധ്യമല്ല എന്ന് കേന്ദ്രത്തിനും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് എന്ത് സമീപനമാണ്? ബഹുമാനപ്പെട്ട സ്മൃതി, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ നടന്ന വിഷയങ്ങൾ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിൽ നമുക്കാവശ്യമുള്ളൊരു വാർത്ത നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് കൊടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ കോടതിയിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾ സംസ്ഥാന സർക്കാരിന് വിമർശനമുണ്ട്. ഞാൻ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിമർശനത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് ചോദിച്ചു എന്ന് മാത്രം. ഞാൻ ഒറ്റക്കാര്യം കൂടി സൂചിപ്പിക്കാം. ഒരു സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ബജറ്റാണെങ്കിലും കേന്ദ്രത്തിൻ്റെ ബജറ്റാണെങ്കിലും മാർച്ച് 31 തീർക്കേണ്ട പദ്ധതികൾ, അതിന് ചെലവഴിക്കേണ്ട പണം, അത് ആ മാർച്ച് 31 ചെലവഴിച്ചില്ലെങ്കിൽ ആ വർഷം ആ ഫണ്ട് ലാപ്സാകും. മാർച്ച് 31 ചെലവഴിക്കേണ്ട തുക നിങ്ങൾ എന്നാണ് അനുവദിക്കുന്നതെന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട സ്മൃതി, ഇപ്പം നമ്മളുടെ ആശാ വർക്കർമാർക്ക് അവർ സമരത്തിലാണല്ലോ. അവർക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചാൽ സർക്കാർ എപ്പോൾ കൊടുക്കണം, ഫണ്ട് എപ്പോൾ ചെലവഴിക്കും, അടുത്ത ബജറ്റിൽ ഏപ്രിൽ 1 ശേഷമല്ലേ നടക്കൂ. അപ്പോൾ സ്വാഭാവികമായി ഏത് ഡേറ്റിലാണോ ആ പണം ചെലവഴിച്ച് തീർക്കേണ്ടത് അതിനു മുൻപ് ചെലവഴിക്കുകയോ അതിൻ്റെ ഫണ്ട് വകയിരുത്തുകയോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അത് കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തരുന്നില്ല എന്നുള്ള ആയിരുന്നല്ലോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും എക്കാലത്തെയും BJP വിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നമ്മളുടെ ഈ നിക്ഷേപ സംഗമത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി എത്രയാണ്, എത്ര കോടിയാണ്? ഇനി അവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളുകൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി എത്രയാണ്? നാളെ ഈ സംഗമം അവസാനിക്കുമ്പോൾ ആകെ ഉണ്ടാകുന്ന വികസനത്തിൻ്റെ നിക്ഷേപ തുകയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന വികസന പദ്ധതികൾ എത്രയാണെന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ എന്തെങ്കിലും തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ? അല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2013 നമ്മുടെ രാജ്യത്തിൻ്റെ ആകെയുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടം എത്തി നിൽക്കുന്നത് 1.5 ട്രില്യണിലാണ്. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് 3.75 ട്രില്യണിലാണ്. അപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ സംസ്ഥാനം മുന്നോട്ട് വന്നില്ലെങ്കിൽ എങ്ങനെ രാജ്യത്തിനോടൊപ്പം ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? ഞാനൊരു ഉദാഹരണം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം സ്മൃതി. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉണ്ടാകേണ്ടതും അതുപോലെ തന്നെ പണം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള മേഖല ടൂറിസമാണല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ്? അത് നമ്മളുടെ പിൽഗ്രിമേജ് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കേരളത്തിലേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു? ഏകദേശം 30,000-ലേറെ കോടി രൂപയുടെ ആകെയുള്ള ബിസിനസ്സിൻ്റെ പ്രോസസ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതാണ്ട് 2 മാസക്കാലം കേരളത്തിൽ നടക്കുന്നത്. അതിനെ തകർത്ത ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് 2 വർഷക്കാലം. അപ്പോൾ കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് വ്യവസായികൾ വരാത്തത്? ശ്രീ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനമാണല്ലോ നമ്മളെല്ലാം ഇന്ന് ആധാരമാക്കി ഒരു ചർച്ചക്കെടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അദ്ദേഹവും സൂചിപ്പിച്ചതല്ലേ, കേരളത്തിലേക്ക് നിക്ഷേപകർ വരുമ്പോൾ അവർ പ്രധാനമായും ചോദിക്കുന്നത് ഒന്ന് ചുവപ്പ് നാടുകൾ പ്രശ്നം, മറ്റൊന്ന് LDF എന്ന് പറയുന്ന പാർട്ടി എടുക്കുന്ന സംഘടന എടുക്കുന്ന തീരുമാനത്തിന്റെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, അതിൽ മാറ്റം വന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. അതിൽ മാറ്റം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ LDF പറയും സർക്കാർ കേൾക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പറയും LDF കേൾക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് ഇന്നലത്തോടു കൂടി മാറിയിട്ടുണ്ട്. ശരി, താങ്കൾ വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് ചാടുമ്പോൾ അതിൽ ഒന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് ബ്രൂവറി വ്യവസായമാണ്. അതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത്, പാലക്കാട് BJPയുടെ നിലപാട് എന്താണ് എന്നുള്ളതും കണ്ടതാണ്. ഞാൻ അരുണിലേക്ക് പോന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ പ്രൊഫസർ മേരി ജോർജ് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. 2016 നിങ്ങൾ തുടങ്ങിവെച്ച പദ്ധതികൾ പാതി വഴിയിൽ നിന്ന് പോയ കാര്യം തൊട്ട് നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇപ്പോൾ പറയുന്ന അവകാശവാദം ഏത് കണക്കുകളെ ഉദ്ധരിച്ചാണ് എന്നടക്കമുള്ള അവരുടെ വാദങ്ങൾ മറുപടി പറയാം. മതി, എനിക്ക് ആദ്യം 4.5 മിനിറ്റ് തന്നു. അതായത് ഈ വ്യവസായ സംരംഭം ഇത്ര തലത്തിൽ 28 രാജ്യങ്ങൾ വന്ന് ഇത്ര ഗംഭീരമായി നടക്കുന്ന സംരംഭത്തെക്കുറിച്ച് 4.5 മിനിറ്റ് ഞാൻ സംസാരിച്ചു. പിന്നെ 33 മിനിറ്റ് ഈ സംരംഭത്തിനെതിരായിട്ട് 3 പേർ സംസാരിച്ചു. നല്ല വാരിക്കോരി സമയമൊക്കെ കൊടുത്തു. ഇനി എനിക്ക് എന്റെ സമയത്തിൽ ഇടപെടരുത്, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഇപ്പൊ ഷാഫി ചാലിയം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ ലുലു മാൾ വന്നപ്പോൾ എന്തോ തർക്കങ്ങൾ ഉണ്ടായി. അവിടെ എടപ്പള്ളി തോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ സംശയം ഉന്നയിച്ചു. അത് അവിടെ ക്ലാരിഫൈ ചെയ്തു. ആ യൂസഫ് അലി തന്നെയല്ലേ ഈ വ്യവസായ സൗഹൃദത്തിൽ ഈ കേരളമാണ് ലോകത്ത് തന്നെ ഒന്നാമതെന്ന് നിരന്തരം എല്ലാ ദിവസവും അദ്ദേഹം വീഡിയോയിലൂടെയും പ്രസ്താവനയിലൂടെയും എല്ലാം ഈ സംരംഭത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം. അതുപോലെ അദ്ദേഹം പറയാ കോതമംഗലത്ത് സിന്തൈറ്റ് തകർക്കാൻ ശ്രമിച്ചു. കോതമംഗലത്തല്ല, സിന്തൈറ്റ് ആകെ ഉള്ളത് കടയിരിപ്പില. ആ സിന്തൈറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ.
ഒരു സിന്തൈറ്റ്, ആ സിന്തൈറ്റിന്റെ നേതാക്കന്മാരായ വിജു ജേക്കബും അജു ജേക്കബും ഈ സംരംഭത്തിന് കേരളത്തിലെ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തെത്തി. ആ സിന്തൈറ്റ് ഒന്നും തകർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല, വെറുതെ പറയുകയാണ്. അതിനുശേഷം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇൻഫോ പാർക്ക് കൊടുക്കാൻ വിറ്റ് കാശാക്കാൻ നോക്കിയവരല്ലേ നിങ്ങൾ? ആ ഇൻഫോ പാർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് സമരം നടത്തി. അന്ന് ആ സമരത്തെ തള്ളി പറഞ്ഞു. ഈ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ഇന്ന് കാണുന്ന രൂപത്തിൽ വളർന്നു പന്തലിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയ ശക്തമായിട്ടുള്ള ഇടപെടലിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമായിട്ടാണ്. എന്നിട്ട് അവസാനം പറയാം, പൊതുമേഖലാ സ്ഥാപനം അങ്ങ് തിരിച്ചു ചോദിച്ചു, ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ചോദിച്ചു ഇതിനൊരു കാരണമുണ്ടല്ലോ എന്ന്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിൽക്കാൻ തീരുമാനിച്ച് 196,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം വിറ്റതേ BJP ഗവൺമെന്റ് ആണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അടക്കം വിറ്റ സമയത്ത് നിയമ പോരാട്ടം നടത്തി ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇപ്പൊ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. 8 പത്രങ്ങൾ, ഹിന്ദു ദിനപത്രം അടക്കം 8 പത്രങ്ങൾ അച്ചടിക്കുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിക്ക് നേതൃത്വം കൊടുക്കുന്നത് LDF ഗവൺമെന്റ് വന്ന് നമ്മളെ ഏറ്റെടുത്തതിന് ശേഷം എന്നിട്ടങ്ങ് ആക്രമിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റാ. പിന്നെ മേരി ജോർജ് ഇവിടെ വന്ന് പറഞ്ഞത് എന്താ? ഒന്നാമത്തെ കാര്യം, കോവിഡ് കാലത്ത് അരി കൊണ്ടുവന്നപ്പോ നോക്കുകൂലി മേടിച്ചു. എന്നാൽ 2020 കോവിഡ്, അന്ന് നോക്കുകൂലി മേടിച്ചത് 5 കൊല്ലം കഴിഞ്ഞിപ്പോ പറയാം. 2018 ഇവിടെ ISROയിൽ ഏതോ ഉപകരണം കൊണ്ടുവന്നപ്പോ അവിടുത്തെ BMS ആണ് അന്ന് കൈക്കൂലി വാങ്ങിച്ച് ചോദിച്ചു എന്നുള്ള വിവാദം വന്നത്. അത് 2018 7 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഇപ്പൊ വന്ന് പറയുകയാ. അതിനുശേഷം പറയാണ് 2.5 വർഷം മുമ്പ് ഞാനൊരു വ്യവസായിയോട് സംസാരിച്ചപ്പോ കേരളത്തിൽ കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. 2.5 വർഷം മുമ്പ് പറഞ്ഞു. അതിന് വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവമാണ് ഇവിടെ ഒത്തിരിക്കുന്നത്. ഇവിടെ 2 മിനിറ്റ് മതി മിസ്റ്റർ ഒരു സംരംഭം ആരംഭിക്കാൻ. ഇവിടെ പറഞ്ഞില്ലേ, അമേരിക്കയിൽ വേണ്ടത് 3 ദിവസം, സിംഗപ്പൂരിൽ വേണ്ടത് 3 ദിവസം, ഇന്ത്യയിൽ വേണ്ടത് 116 ദിവസം. ഈ കേരളത്തിൽ വെറും 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞത് വിപ്രോയിന്റെ MD ആണ്. അവർക്ക് അനുഭവം ഉണ്ട് എന്ന് പറയാ. ഈ 2 മിനിറ്റിനുള്ളിൽ ആരാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്? അതായത് 7 വർഷം മുമ്പുള്ള 8 വർഷം മുമ്പുള്ള സാഹചര്യം എടുത്ത് നോക്കുകൂലി ഇപ്പോൾ നടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം വരെ നടത്തിയ പ്രസംഗത്തിൽ നോക്കുകൂലിക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അത് സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ പറയേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും CI2 നേതാക്കന്മാരും അടക്കം ഞങ്ങൾ ശക്തമായി പറയുന്നു, ഒരിടത്തും നോക്കുകൂലി പാടില്ല. അങ്ങനെ ഏതെങ്കിലും CI2ന്റെ പ്രവർത്തകർ അത് വാങ്ങിക്കുന്ന സാഹചര്യമുണ്ടായാൽ, ചോദിക്കുന്ന സാഹചര്യമുണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ CI2ന്റെ സംസ്ഥാന കൌൺസിൽ അംഗമാണ്. കൃത്യമായി ഞങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ATCയോ INTCയോ BMSO മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇപ്പോഴും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന സാഹചര്യത്തെ നമ്മൾ കാണണ്ടേ? ആ സാഹചര്യത്തെ കാണാതെ 8-7 വർഷം മുമ്പ് നടന്ന ഒരു ചെറിയ സാഹചര്യങ്ങളെ എടുത്ത് പർവ്വതീകരിച്ചുകൊണ്ട് അങ്ങ് പറയുകയാണ്. രാജ്യം മുന്നോട്ട് പോവുകയാണ്, അപ്പൊ സംസ്ഥാനവും മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് BJPയുടെ പ്രതിനിധി പറയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എവിടെയാ മുന്നോട്ട് പോകുന്നത്? ഇവിടെ ആഗോളതലത്തിൽ 46% ഇവിടുത്തെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പ്രകാരമുള്ള വളർച്ച 46. ഈ കേരളത്തിന്റെ വളർച്ച 256% എന്ന് ഇന്റർനാഷണൽ കണക്കുകൾ, പ്രത്യേകിച്ച് 45 ലക്ഷം കമ്പനികളുടെ വിവരശേഖരത്തിലൂടെ പുറത്തു വരുമ്പോ ഇന്ത്യയാണോ കുതിക്കുന്നത്, കേരളമാണോ കുതിക്കുന്നത്? കൃത്യമായി കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. വീണ്ടും പറയുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ? ഇവിടെ ചോദിച്ചില്ലേ കൃത്യമായി എന്താണ് സംസ്ഥാന ബിസിനസ് പരിഷ്കരണ പദ്ധതി? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 25 പരിഷ്കരണം, അതിൽ 9 എണ്ണത്തിൽ കേരളം ടോപ്പ് അച്ചീവേഴ്സ് ആയി മാറി. ആന്ധ്ര 5 എണ്ണത്തിൽ വന്നു, ഗുജറാത്ത് 3 എണ്ണത്തിൽ വന്നു. ആന്ധ്ര പറയുന്നു ഞങ്ങളുടെ സ്ഥാനം നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി. ഈ കണക്കുകൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മന്ത്രി തന്നെ അവതരിപ്പിച്ചില്ലേ? നമുക്കെല്ലാം ബോധ്യമായി. ഒക്ടോബർ 27 പത്രവാർത്ത ഒന്ന് പറയാം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തൽപ്പണി സാധനങ്ങൾ എടുക്കാൻ വൻതുക നോക്കുകൂലി ആവശ്യപ്പെട്ട CI2 തൊഴിലാളികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച മന്ത്രി V ശിവൻകുട്ടി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മുഖപ്രസംഗമാണ് മാതൃഭൂമിയിലെ. മന്ത്രി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഒക്ടോബർ 27 മാസങ്ങൾക്ക് മുമ്പാണ്, 2024. സ്മൃതി അത് വായിച്ചത് നന്നായി. കൈക്കൂലി വാങ്ങിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലോ തൊഴിൽ മന്ത്രി ചെയ്തത്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ സംഭവിക്കുന്നേയില്ല എന്ന് പറഞ്ഞ കാര്യം സംഭവിച്ചു. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി അടക്കം നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നടക്കുന്നു, അതാണല്ലോ കാര്യങ്ങൾ ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിച്ച ആൾക്കാരെ പിന്നോട്ടടിക്കുന്നത്. അതിലൊരു സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അല്ല, ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സോ വ്യവസായ സൗഹൃദമല്ല ഈ കേരളം. ഈ കേരളത്തിൽ ഒരു മുതൽ മുടക്കിനും പറ്റിയ സാഹചര്യമല്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്
അതുപോലെ ആരെങ്കിലൊക്കെ പോയി നോക്കുകൂലി വാങ്ങിക്കുകയോ തെറ്റായ പ്രവണത കാണിക്കുകയോ ചെയ്താൽ അതനുസരിച്ച് ഹോളായിട്ട് ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തെ വിലയിരുത്തരുത്. ഇത്തരത്തിൽ കേരളം കുതിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. നടപടിയെടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. ആ ശിവൻകുട്ടിക്കുള്ള അഭിനന്ദനത്തെക്കുറിച്ചാണ് ഈ മുഖപ്രസംഗം. BMS അല്ല കേട്ടോ. ആയിക്കോട്ടെ, അതെ, ഞങ്ങൾ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ. ഈ കേരളത്തിൽ എല്ലാ രംഗത്തും കുതിച്ച് മുന്നേറാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ആരെങ്കിലും അതിനെതിരെ പ്രവർത്തിച്ചാൽ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. പറയൂ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റാങ്കിംഗ് ഇല്ല. അങ്ങനെ ഒരു റാങ്കിംഗ് 2021 മുതൽ നിർത്തലാക്കിയിരുന്നു. പക്ഷേ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു കാര്യം, ഒരു പദ്ധതി നൽകിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് കേന്ദ്രം നിരീക്ഷിക്കും. അതിൽ അല്പം മുന്നോട്ട് പോകുന്നുണ്ട് കേരളം എന്നുള്ള കാര്യം പ്രോത്സാഹജനകമാണ് എന്നുകൂടി മന്ത്രി പറഞ്ഞു. അപ്പോൾ ഒരു കുറ്റപ്പെടുത്തൽ എന്ന രൂപത്തിലല്ല, ഇങ്ങനെ ഒരു റാങ്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് ഈ റാങ്ക് വരുന്നത്? ആ റാങ്ക് വരുന്നതിനെ കുറിച്ച് പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞതിനും മറുപടി പറയാം. ഇത് കൃത്യമായി അല്ല, മേരി ജോർജ് ഇവിടെ പറഞ്ഞത് എന്താ, കോൺഗ്രസ് പ്രതിനിധിയേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് നിശ്ചിതമായിട്ടുള്ള വിമർശനം. അവർ പറഞ്ഞ എല്ലാ കാര്യവും 7-8 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ വെച്ച് നിശ്ചിതമായിട്ട് വിമർശിക്കുക. ഒരു കോൺഗ്രസ് പ്രതിനിധി ഇരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് നിന്ന് വിമർശിക്കുന്നു. അവരെല്ലാ ചർച്ചയിലും അത് ചെയ്യുന്നതാണ്. അതിന് അത്രേ മറുപടി ഉള്ളൂ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ സംസ്ഥാന ബിസിനസ് പരിഷ്കരണ പദ്ധതി പ്രകാരം ഈ കേരളത്തിന്റെ പെർഫോമൻസ് കൃത്യമായി വിവരശേഖരണം നടത്തി 9 ഇനത്തിൽ ടോപ്പ് അച്ചീവേഴ്സായി വന്നിരിക്കുന്നു എന്നുള്ള വസ്തുത കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. വെബ്സൈറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതിയല്ലോ. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടും. 5 ആന്ധ്ര വന്നു, 3 ഗുജറാത്ത് വന്നു, മറ്റ് സംസ്ഥാനങ്ങൾ 1-2. നമ്മൾ തന്നെയാണ് ഈ രംഗത്ത് മുന്നേറിയിരിക്കുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 28ാം സ്ഥാനത്തായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. നമ്മൾ ടോപ്പ് അച്ചീവേഴ്സ് ആയിരുന്നില്ല. കഴിഞ്ഞ വർഷം 1-2 കാര്യങ്ങൾ മാത്രമാണ്. ഈ വർഷം ആ നയമാറ്റത്തിന്റെ ഭാഗം കൂടിയല്ലേ? കാരണം നിങ്ങൾ ചുവപ്പുകൊടിയുമായി സമരത്തിനിറങ്ങുന്ന നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. അതാണ് ശശി തരൂർ ലേഖനത്തിലും പറഞ്ഞത്. നിങ്ങൾ ചുവപ്പുകൊടി താഴെ വെച്ച മുതലാളിത്തത്തെ പുണർന്നിരിക്കുന്നു, അതിന്റെ നേട്ടം എന്ന് പറയുന്നു. ഇപ്പോൾ BJPയും നിങ്ങളെ ആ നിലയ്ക്കാണ് അഭിനന്ദിക്കുന്നത്. നിങ്ങൾ നയം മാറ്റിയിരിക്കുന്നു, നല്ല കാര്യം എന്ന് പറയുന്നു. അതിനോട് എന്താണ് മറുപടി? നിങ്ങൾ നയമാറ്റത്തിലൂടെ ഈ സമരങ്ങളെ പിന്തള്ളുന്നു, സമരമല്ല വികസനമാണ് വേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറുന്നു എന്നാണോ? അല്ല, നയം മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാലഹരണപ്പെട്ട നിയമങ്ങളെല്ലാം കാലോചിതമായി പരിഷ്കരിച്ചു. 1. 2, വിദേശ സംരംഭകർക്ക് കേരളത്തിലേക്ക് വരാൻ പാകത്തിന് സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, സാമ്പത്തിക അന്തരീക്ഷം ഒരുക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ SMCകൾക്ക്, അതുപോലെ സംരംഭകർക്ക്, അവർക്ക് എത്രയും പെട്ടെന്ന് സംരംഭം ആരംഭിക്കാനുള്ള അനുകൂല സാഹചര്യം, അതാണ് 2 മിനിറ്റ് കൊണ്ട് വരെ ഒരു സംരംഭം തുടങ്ങാം എന്ന രൂപത്തിൽ പുതിയ നിയമനിർമ്മാണം നടത്തി. അതാണ് കാലഘട്ടത്തിലുണ്ടായ മാറ്റം, ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നയത്തിലുണ്ടായ മാറ്റം. CITUവിനെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ആ മാന്യമായിട്ടുള്ള ജോലി, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം, അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം, കാണുന്നുണ്ടോ? അത് കൃത്യമായി കാണുന്നുണ്ട്. ആ സമരത്തിന്റെ പിന്നിൽ ആരാണെന്നും സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്നും ഇത്തരത്തിൽ ഇവർക്കുള്ള ജോലി എന്താണെന്നും അവർക്ക് ഓണറേറിയം എത്രയാണെന്നും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് എത്രയാണെന്നും കർണാടകത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അടക്കം എത്രയാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ട് തന്നെയാണ് ആ സമരത്തെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടിക്കൊടുക്കാൻ കഴിയുമ്പോൾ ഈ ഓണറേറിയം എന്ന് പറയുന്ന 7000 രൂപയെ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? അത് മതിയെന്നാണോ? അതാണോ നിങ്ങൾ പറയുന്നത്? രാവിലെ 7 മണി മുതൽ ഒരു ഷിഫ്റ്റുമില്ലാതെ രാത്രി വരെ പണിയെടുക്കുന്ന ആശാവർക്കർമാരെ, നിങ്ങൾ കോവിഡ് കാലത്ത് വാനോടം പുകഴ്ത്തിയ ആശാവർക്കർമാരെ ഇപ്പോൾ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണോ അരുൺകുമാർ? ആണോ? ഇല്ല, മറ്റ് സബ്ജക്ട് എല്ലാം വിട്ട് ഇപ്പൊ ആകെ കിട്ടിയിരിക്കുന്ന വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ എല്ലാം പറയണല്ലോ. വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ സ്വർഗമാണെന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ ജീവിക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ അർഹതപ്പെട്ട കുറെ സ്ത്രീകളുമുണ്ടല്ലോ. അവരുടെ കാര്യം കൂടി പറഞ്ഞു പോയില്ലേ? ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 13,200 രൂപയാണ് ഇവിടെ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ഓഫീസ് ടൈം വച്ചോ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ജോലി ചെയ്യേണ്ട ജോലിയല്ല അവരുടേത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പറയാം, ഈ ഗവൺമെന്റ് വരുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ ഹോണറേറിയം 1000 രൂപയായിരുന്നു.
അത് കൃത്യമായി 1500 2000 4000 4500 5000 6000 7000 ഈ 8 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് 1000-ൽ നിന്ന് 7000 ഹോണറേറിയം വർദ്ധിപ്പിച്ചു. അതുപോലെ സംസ്ഥാനവും കേന്ദ്രവും കൂടി കൊടുക്കുന്ന ഇൻസെന്റീവ് അത് 3000 രൂപയാണ്. സേവനങ്ങൾക്ക് നൽകുന്ന സ്കീമിൽ 3000 രൂപ, 200 രൂപ ഫോൺ ചാർജ് ചെയ്യാൻ, അത്തരത്തിൽ 13,200 രൂപ ഈ കേരളത്തിൽ കിട്ടുമ്പോൾ UP-യിൽ ആകെ കിട്ടുന്നത് 1500 ആണ്, കർണാടകത്തിൽ 5000 ആണ്. ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും കേരളത്തിലെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ ജോലി പറയുമ്പോൾ അന്നത്തെ സാഹചര്യമല്ല, അവർക്ക് തൊഴിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അവരുടെ ജോലി സാഹചര്യം മാറിയിട്ടുണ്ട്, ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, വിലക്കയറ്റം, അവർ ജീവിക്കാനുള്ള സാഹചര്യം മാറി. ഓരോ വർഷം കൂടുന്നവരും വിലക്കയറ്റമല്ലേ? എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓരോ കാലത്തും ശമ്പളം കൂട്ടി. നിങ്ങൾക്ക് PSC അംഗങ്ങൾക്കും ചെയർമാനും പൈസ കൂട്ടി കൊടുക്കാനും താൻ അറിയാതിരിക്കുന്ന KV തോമസിന് അദ്ദേഹത്തിന് യാത്രാപത്ത് കൂട്ടി കൊടുക്കാനും ഒന്നും ഈ തടസ്സങ്ങളില്ലല്ലോ. വികസനം അവർക്ക് മാത്രം മതിയോ? ഇവിടെ ഈ ഗവൺമെന്റ് വരുമ്പോൾ 1000 രൂപയായിരുന്നത് അത് പടിപടിയായി 7000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും അവരുടെ കയ്യിൽ 2200 കിട്ടിയത് ഇപ്പൊ 13,200 കിട്ടുന്നില്ല. കാരണം ഒരു യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ദിവസം 700 രൂപ കട്ട് ചെയ്യും. 13,000 അവർക്ക് കിട്ടുന്നില്ല. അരുൺ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇവിടെ 13,000 രൂപ കിട്ടി. 13,000 വലിയ തുകയാണെന്ന് പറയല്ലേ? 13,000 വലിയ തുകയാണെന്ന് ആദ്യം പറയരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 13,000 മുഴുവൻ കിട്ടിയിട്ടല്ല അവർ ഈ തെരുവിൽ ഇത്രയും ദിവസവും അവർക്ക് ഇനി പൈസ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അവർ ഈ സമരം ചെയ്യുന്നത്. ഒരു സമരത്തെ അതിന്റെ മാന്യതയോടുകൂടി സമീപിക്കാൻ കഴിയണം. 12 ദിവസം സമരം ചെയ്യുന്ന ആരെങ്കിലും കുത്തിയിളക്കി വിട്ടിട്ടല്ല. സമരത്തെയൊക്കെ ഈ സ്മൃതി എന്തായാലും പങ്കെടുത്ത സമരത്തെക്കാൾ കൂടുതൽ സമരത്തിൽ പങ്കെടുക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഈ ആശാ വർക്കേഴ്സിന്റെ തന്നെ ജില്ലാ തലത്തിലുള്ള നിരവധി സമരങ്ങളിൽ അഭിവാദ്യം ചെയ്യാനും സമരത്തിന്റെ ഭാഗമാകാനും അവരോടൊപ്പം ഇരിക്കാനും ഒക്കെ പോയി നിരന്തരം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആൾ കൂടിയാണ് ഞാൻ ആധികാരികമായി പറയുന്നു. ഒരിക്കലും 13,200 വലിയ തുകയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് താങ്കളുടെ ഇന്റർപ്രിട്ടേഷനാണ്. ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള കൃത്യമായി ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് നിങ്ങൾ നേരെ PSC-യുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു. 9 കൊല്ലമായിട്ട് ശമ്പള വർധനവില്ലാതെ ഫയൽ കെട്ടിക്കിടന്ന ആ ഫയലിലെടുക്കുന്ന തീരുമാനവും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട സാഹചര്യമില്ല. PSC-ക്കാരുടെ ശമ്പളവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന നോക്കിയേ. ഇവിടെ ജില്ലാ ജഡ്ജിയുടെ ഒരു സ്റ്റാറ്റസിലുള്ള ആൾക്ക് 9 വർഷമായിട്ടുള്ള ശമ്പള വർധനവില്ലാത്ത ചെയ്യരുത്. 6-5 പേരൊക്കെ ഉള്ളൂ. വെറുതെ ആ ചർച്ചയിലേക്ക് പോകണ്ട. മടങ്ങിയെത്താം. ഷാഫി ചലിയം, താങ്കൾക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് ഇത് സമയം വളരെ കുറവാണ്. 2 ടൈമുകളിലായിട്ട് അരുൺകുമാർ ധാരാളം സമയമെടുത്തു. എനിക്ക് അനിൽകുമാറിനോട് പറയാനുള്ളത്, ഈ സിന്തൈറ്റ് എവിടെയാണെന്ന് പറഞ്ഞു തന്നത് വലിയ ഉപകാരം. എന്നാൽ ഈ സിന്തൈറ്റ് പൂട്ടിക്കാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇന്നത്തെ മന്ത്രി രാജീവ് ചെയ്ത അതിൻ്റെ പൂർണ്ണമായ കഥ, സുഗന്ധമില്ലാത്ത ഓർമ്മകളുമായി ഒരു വ്യവസായി എന്ന ഈ വിജു ജേക്കബിൻ്റെ മാധ്യമം പത്രവുമായി നടത്തിയ ഒരു അഭിമുഖമുണ്ട്. അത് ഞാൻ സ്മൃതിക്ക് വിട്ടു തന്നിട്ടുണ്ട്. സ്മൃതി ദയവ് ചെയ്ത് അരുൺകുമാറിനെ ഒന്ന് വായിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി അദ്ദേഹം വായിക്കട്ടെ. ഞാൻ ഏതായാലും മറ്റു കാര്യങ്ങളിലേക്ക് വിടുന്നില്ല. അല്ലല്ല മാത്രമല്ല, ആദ്യം ആ കഥ വായിക്കട്ടെ. ഇപ്പൊ അവസാനത്തെ ഈ അല്ല അത് അങ്ങനെയാണെങ്കിൽ ആ കാലം ജാഹിലിയ കാലമാണ്, അന്ധകാരത്തിന്റെ കാലമായിരുന്നു എന്ന് ആദ്യം വിലപിക്കണം, എന്നിട്ട് വന്ന് പറയണം. അന്നാ പറഞ്ഞതൊക്കെ ശരി തന്നെയാണെന്നുള്ളടത്ത് ഇപ്പോഴും നിൽക്കുക. ഇപ്പൊ അന്തരീക്ഷം ഇവിടെ ബാബൂർ മുൻ വ്യവസായ മന്ത്രി എളമരം കരീമിന്റെ നേതൃത്വത്തിലാണ് ബാബൂർ ഗോളിയറൻസ് ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത് പൊട്ടിച്ചത്. ഫറോക്കിലെ ഓട്ടു വ്യവസായത്തെ മുഴുവൻ പൊട്ടിച്ചത് ഈ വിദ്വാന്മാരാണ്. ഇതിന്റെ കഥ പുഴയെടുക്കും. ഇപ്പോഴിതാ കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സ്, ഹെക്ടർ കണക്കിന് സ്ഥലമുള്ള സ്റ്റീൽ കോംപ്ലക്സ് കേവലം 30 കോടിക്ക് ഇവർ വിറ്റിരിക്കുന്നു. ഞാൻ സ്മൃതി അവശേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചോ. ഈ 2 മിനിറ്റിന്റെ ഇടയിൽ ഈ എന്താ പറയാ, ഞങ്ങൾക്കൊക്കെ വളരെ പരിമിതമായ സമയമാണ്. 30 കോടി റുപ്യക്കാണ് ഹെക്ടർ കണക്കിന് സ്ഥലം വരുന്ന വലിയ വ്യവസായശാല വിളിക്കുന്നത്. അരുൺകുമാർ മിണ്ടാതിരി. അരുൺകുമാർ ചർച്ച എന്തത്തോട് തീരുവില്ല, നാളെ നടക്കും. ഒരു അക്ഷരമുണ്ട ഞാൻ സമ്മതിക്കില്ല, മനസ്സിലാക്കിയോ? അവസാനത്തെ ഇന്റെ 2 മിനിറ്റിൽ കയറി 30 കോടി രൂപക്ക് ആ കോഴിക്കോട് അത് കേക്ക്, കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സിലെ ഇരുമ്പ് ഉരുക്കുന്ന ബർണർ വിറ്റാൽ തന്നെ 100 കോടി കിട്ടും.
ആ സ്ഥാനത്താണ് കേവലം ആക്രി വിലക്ക് പോലും ഇല്ലാത്ത രീതിയിൽ 30 കോടിക്ക് കോഴിക്കോട്ടെ ഹെക്ടർ കണക്കിന് സ്ഥലം വരുന്ന സ്റ്റീൽ കോംപ്ലക്സ് കച്ചവടാക്കിയ വില്ലാളി വീരന്മാരാവാം. ഇവരാവുന്ന വ്യവസായത്തിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ആശാ വർക്കർമാരുടെ തുക 1000 നിന്നും ഞങ്ങൾ 7000 ആക്കി കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നവർ ഒരൊറ്റ ആളെ ശമ്പളം. നിങ്ങളിപ്പോൾ മറ്റേ കേന്ദ്രത്തിൻ്റെ അവകാശം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഒരു കാലുമാറ്റക്കാരനെ കൊണ്ടുപോയി ഡൽഹിയിൽ വെച്ചിടല്ലോ. അയാളെ ശമ്പളം എത്രയാണ്? അയാളെ കൊണ്ട് എന്ത് ഉപകാരങ്ങൾ കിട്ടിയത്? ഏത് കേന്ദ്ര അവകാശമാണ് അയാൾ പിടിച്ചു മേടിച്ചത്? ഉളുപ്പുണ്ടോ അയാൾ അവിടെ നിലനിർത്താൻ? ശമ്പളം എന്ത് വേണ്ട? പെൻഷൻ വാങ്ങാതിരിക്കാനാ? അദ്ദേഹം ഉള്ളത് കൊണ്ട് പല പദ്ധതിയും വരുന്നുണ്ട്, പല കാര്യങ്ങളും കേന്ദ്ര സഹായമുണ്ട്. കരാർ ശമ്പളം അതൊക്കെ ഇതൊക്കെ ആദ്യം അയാൾ തിരിച്ചു വെക്കണം. ഈ കേരളത്തിൽ വന്ന മാറ്റം ആദ്യം ശശി തരൂരിനൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആന്റണി തന്നെ പ്രസംഗിച്ചില്ലേ? എന്റെ വായിൽ നാക്കണ്ട്. താങ്കളെ നാളെ എനിക്ക് ചർച്ചയ്ക്ക് കിട്ടും. തുടക്കത്തിൽ തന്നെ താങ്കളെ വായാൻ പൂട്ടും. മനസ്സിലായിക്കോ? എനിക്കറിയാം. ഇതുവരെ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ അടങ്ങിയിരുന്ന എനിക്ക് അവസാനം ഒരു 3 മിനിറ്റാണ് എനിക്ക് തരുന്നത്. അതിലെന്താ സമ്മതിക്കാതിരിക്കുന്നത്? എന്ത് കാര്യം പറയാന്? ഇത് എന്ത് സ്വഭാവം? അത് കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ കൊള്ളുന്നേ. ഞാൻ ചോദിക്കണത് എന്തിനാണ് ഈ കിഫ്ബിന്റെ മേധാവിന്റെ ശമ്പളം ഈ 7 കൊല്ലത്തിനിടയ്ക്ക് ഓരോ കൊല്ലം ഈ ആശാ വർക്കർമാരുടെ 1000-7000 ആക്കിയത് ഭൂലോക സംഭവം എന്ന് പറയുന്ന താങ്കൾ ലക്ഷങ്ങളെ എണ്ണ തീരില്ല. നേരം വെളുക്കുന്ന വരെ ഓരോ കൊല്ലവും 6 മാസം കൂടുമ്പോൾ കൂട്ടിക്കൊടുത്തത് അതിനൊക്കെ ഫുള്ള് കണക്ക് ഞാൻ സ്മൃതിക്ക് വിട്ടുതരാം. ആരും ഇന്ന് രാത്രി അതും കൂടി വായിച്ച് കിടക്കട്ടെ. നിങ്ങൾ ആരോടാണ് ഈ പടവി പറയുന്നത്? നിങ്ങൾ നശിപ്പിച്ചില്ല ഇവിടുത്തെ വ്യവസായ സെക്ടറിന്റെ. വ്യവസായ വളർച്ച ഉണ്ടാകണമെങ്കിൽ നാട്ടിൽ നല്ല സമാധാന അന്തരീക്ഷം വേണ്ടേ? പിന്നെ മനുഷ്യന് വർഗീയത പറഞ്ഞ് നാട്ടിൽ തമ്മിൽ തല്ലിക്കാൻ ആൾക്കാരെ ഈ നിമിഷം പോലും നിങ്ങൾക്ക് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരസിച്ചിട്ട് മണിക്കൂറുകളായി. എന്തെങ്കിലും അറസ്റ്റ് ചെയ്യാത്ത സാധാരണക്കാരനാണ് തൂക്കിയെടുത്തുകൊണ്ട് പോകുമല്ലോ. അൻവറിനെ രാത്രി 2:30 മണിക്ക് വീടിനുള്ളിൽ വളഞ്ഞല്ലോ നിങ്ങൾ അല്ലേ? 15 ഉറുപ്പിന്റെ ഒരു കസാലിന്റെ വടിയും ഒരു പഴയ 40 വോട്ടിലെ ബൾബ് പൊട്ടിച്ചെന്ന പേരിൽ ഒരു MLA രാത്രി 2:30 മണിക്ക് വീട് വളഞ്ഞ വിദ്വാന്മാർ മുൻകൂർ ജാമ്യ ഹർജി അതൊക്കെ PC ജോർജിനെ റദ്ദാക്കിയിട്ട് മണിക്കൂറുകളായി. ഒരു കുച്ചാപ്പി പോലീസുകാരൻ പോലും അറസ്റ്റ് ചെയ്യാൻ പോയിടോ. എന്ത് വ്യവസായ വളർച്ചയോടോ? ഈ നാട്ടിൽ മനുഷ്യർ തമ്മിൽ സൗഹൃദം ഇല്ലാതെ വ്യവസായത്തിന് മാത്രം വളർച്ചയുണ്ടാക്കിയ എന്ത് കാര്യമാണത്? എന്ത് കുന്തത്തിലെ ഇൻഡെക്സ് ഞങ്ങളെ കയ്യിലുള്ളത്? 5 കൊല്ലമായി ഇല്ലാത്ത ഇൻഡെക്സും വെച്ചിട്ടാണ് ബടായി പറയാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ നശിപ്പിച്ചതിന് എണ്ണി പറയണേ. എത്ര എണ്ണം പറയാനുണ്ട്? ഞങ്ങളാണ് പറഞ്ഞു തീരും. ഇപ്പൊ സ്മാർട്ട് സിറ്റി കാര്യം പറഞ്ഞല്ലോ. മുണ്ടിയോ നിങ്ങൾ? ഈ മേരി റോയിനെ കുറിച്ച് കേന്ദ്രത്തിന്റെ വിമർശിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് മേരി റോയ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ പാളിച്ചകൾ തുറന്നു കാണിച്ച ധീരയായ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് മേരി റോയ്. മേരി റോയിനോട് ദേഷ്യം ആണ്. മേരി റോയി ട്രാക്ക് പഠിക്ക്. നിന്നെ പോലുള്ള അലവല കണക്കല്ല പറയണേ. സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ്. മോഡി സർക്കാരിന്റെ സർവ്വ സാമ്പത്തിക നയത്തെയും പൊളിച്ച് കൈ കൊടുത്ത ഒരു ശാസ്ത്രജ്ഞയെ ഇവിടെ വന്ന് പല്ലിളിക്കല്ലേ? മേരി റോയ് പറയുന്ന കണക്കെടുത്തിരോ നിങ്ങൾ കേന്ദ്രത്തിനെതിരെ? അല്ല, വസ്തുത വച്ച് കൃത്യമായി ഉദാഹരണം വെച്ച്. എന്ത് വസ്തുത? ശരി, നമുക്ക് നോക്കാം. മേരി റോയിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, ഒന്നുകൂടി കേട്ടു. മേരി ജോർജ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഇത്ര വിമർശിച്ച ഒരു ശാസ്ത്രജ്ഞൻ വേറെ ഇല്ല. അവരെ നേരെ പല്ലിളിക്കുന്നത്. എത്ര വിമർശിച്ചാലും വസ്തുതാപരമല്ലാത്ത കാര്യം പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കും. വസ്തുതാപരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് ജനങ്ങൾ എന്തായാലും വിലയിരുത്തട്ടെ. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഷാഫി ചാലിയം, അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ്, ഡോക്ടർ മേരി ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.